Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. It's me Learin, your physics master teacher, and ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റിന്റെ സിലബസ് റെഡ്യൂസ് ചെയ്തോ ഇല്ലയോ. ഈ ഒരു ചോദ്യം എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആണ്. കാരണം നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഡിലീറ്റഡ് ടോപ്പിക്സ് പഠിക്കണോ, പുതിയ NCERT ആണോ പഴയ NCERT ആണോ ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെ നൂറ് സംശയങ്ങളായിട്ട് ഇരിക്കുവാണ്. സോ നിങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യലി ഇതുവരെയും കൺഫർമേഷൻ വന്നിട്ടില്ല. അതായത് കഴിഞ്ഞ വർഷവും ഇങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മുടെ സ്റ്റുഡൻസിൽ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം വീണ്ടും ഡ്രോപ്പ് ചെയ്ത് നീറ്റ് എഴുതുന്ന സ്റ്റുഡൻസ് ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ അവർക്കും അറിയാം. ഈ ഒരു ടൈം മുതൽ എല്ലാവരും ഇതേ കൺഫ്യൂഷനിൽ തന്നെ നിന്നു. ഡിലീറ്റഡ് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കണോ അല്ലെങ്കിൽ വേണ്ടിയോ. സോ ഫാർ ഇതുവരെയും NTAയുടെ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആയിട്ട് നമുക്ക് ഒരു കൺഫർമേഷനും വന്നിട്ടില്ല നീറ്റിന് എന്താ പറയുക സിലബസ് റെഡ്യൂസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇതുപോലെ ഇത്രയും സംശയങ്ങൾ നിന്നിട്ടും അവസാന നിമിഷത്തിൽ കംപ്ലീറ്റ് സിലബസ്, അതായത് നമ്മുടെ ഓൾഡ് NCERT തന്നെയാണ് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റഡ് ഇൻക്ലൂഡിംഗ് ഡിലീറ്റഡ് ടോപ്പിക്സ് നീറ്റ് എക്സാമിന് ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷവും പ്രത്യേകിച്ച് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈവൺ നിങ്ങൾ ഇപ്പം നീറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലീറ്റഡ് ടോപ്പിക്സ് ഇപ്പം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ബോർഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പക്ക ബോർഡിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നമുക്കൊരു 1 month അല്ലെങ്കിൽ ഒരു 1.5 month നമുക്ക് കിട്ടും. അതായത് നീറ്റിന് മുമ്പ്, നീറ്റ് എക്സാമിന് മുമ്പ് നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടും. സോ അതിൽ കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മുടെ ഈ ഡിലീറ്റഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. പക്ഷേ അതിനേക്കാട്ടിലും ഏറ്റവും നല്ലൊരു ഡിസിഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി വേണമെങ്കിൽ, നിങ്ങൾക്ക് പക്ക ഓരോ പോയിന്റ് മനസ്സിലാകണമെങ്കിൽ ഈ ഡിലീറ്റഡ് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, ആൻഡ് ഓൾസോ ഇപ്പൊ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ പഠിക്കുന്നതിന്റെ ഫ്ലോയിൽ അഡീഷണൽ ഒരു 30 അല്ലെങ്കിൽ 45 മിനിറ്റ്സ്, ഓക്കെ, ഫിസിക്സിന്റെ കേസിൽ, കാരണം ഫിസിക്സിൽ ചില ടോപ്പിക്സ് ആണ് ഒഴിവാക്കിയിട്ടുള്ളത്. സോ ഒരു അഡീഷണൽ ഒരു 45 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ഡെറിവേഷൻ ഒന്നും നോക്കേണ്ടതില്ല, കോൺസെപ്റ്റ് മാത്രം നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയാൽ മതി. ആൻഡ് പ്രീവിയസ് ഇയറിൽ ഈ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക കുറച്ചുകൂടെ ഒരു ഫോക്കസ് നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ബോർഡിന് തന്നെ കുറച്ച് ഹെക്റ്റിക് ആണ് എങ്കിൽ നിങ്ങൾ ബോർഡ്സിന്റെ പോയിന്റ്സിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ എടുത്തിട്ട് നിങ്ങൾ പോവാ. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക, നമ്മുടെ NTAയുടെ സൈറ്റിൽ നിന്ന്, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് സിലബസ് റെഡ്യൂസ് ആയെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ഹാപ്പിനെസ് തരുന്നതാണ്. പക്ഷേ ആസ് എ ടീച്ചർ എന്റെ ഒരു കൺവീനിയൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ തന്നെ ഡിലീറ്റഡ് ടോപ്പിക്സും അതിൽ നിന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിച്ചു പോകുക. അപ്പൊ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലാരിറ്റി എന്ന് പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവും. ഇനി ബാക്കി സബ്ജക്റ്റുകൾ നോക്കുവാണെങ്കിൽ, ഇപ്പൊ കെമിസ്ട്രി നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ ബയോളജി നോക്കുവാണെങ്കിലും ചില ചാപ്റ്റേഴ്സ് ആണ് ഒഴിവാക്കിയിരിക്കുന്നത്, അല്ലെ, ചില ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയിരിക്കുന്നത്. ആ ഒരു കേസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ ആ ചാപ്റ്ററിൽ നിന്ന്, ആ ചാപ്റ്ററുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വേറെ ചാപ്റ്റേഴ്സ് ഇല്ലെങ്കിൽ സോ ഫാർ നിങ്ങൾ ഇപ്പൊ അത് പഠിക്കണമെന്നില്ല. ഓക്കെ, ഈ പറഞ്ഞതുപോലെ നമ്മുടെ നീറ്റിന് മുമ്പ്, ബോർഡ്സ് കഴിഞ്ഞ് നീറ്റിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടും. ആ സമയത്തിൽ നിങ്ങൾ അത് കവർ ചെയ്താൽ മതി. സോ ഇത് എന്റെ ഒരു കൺവീനിയൻസ് ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് നമ്മൾ അത് പറഞ്ഞിരിക്കും. സോ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ നീറ്റിന്റെ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഏറ്റവും ആദ്യം എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് വേണ്ടി പാസ് ചെയ്തിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. ആൻഡ് നിങ്ങളുടെ നീറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഗൈഡൻസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു നീറ്റ് ചാനൽ വേണമെങ്കിൽ, ഓക്കെ, യെസ്, നീറ്റിന് വേണ്ടി പ്രോപ്പർ ആയിട്ട് നമുക്കറിയാം, എന്താ പറയുക, നീറ്റ് ആസ്പിറൻസിന് വേദാന്തു എന്ന് പറയുന്നത് ആണ്. അത്രയും അധികം സ്റ്റുഡൻസിന് ഒരുപാട് ഗൈഡൻസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നീറ്റ് ക്രാക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ വേദാന്തുവിന്റെ മലയാളത്തിലുള്ള ക്ലാസ്സസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ പുതിയൊരു ചാനലായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് തരം ഗൈഡൻസ് വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട്, ഡൗട്ട്സ് ഉണ്ട്, ജസ്റ്റ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതിന്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്.